കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാവുന്ന വാഹനം ഈ ഒരു സാൻട്രോ സിംഗ് ആണ്. ബഡ്ജറ്റ് ലെവലിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റാവുന്ന നല്ല കലക്കം വണ്ടി. അപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2009 ഇതിൻ്റെ മോഡൽ വന്നേക്കുന്നത്. 9 മോഡൽ വണ്ടി, പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. അതുകൂടാതെ തന്നെ നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. 4 കണ്ടീഷൻ ടയേഴ്സ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഗോൾഡൻ കളറാണ്. സാൻട്രോയുടെ ഗോൾഡൻ കളറൊക്കെ കാണാനൊക്കെ നല്ല രസമായിരിക്കും. അതാണ് നമുക്ക് ഈ വാഹനത്തിനെ കുറിച്ച് എടുത്തു പറയാനുള്ളത്. പിന്നെ 2009 ആണെങ്കിലും ഇതിൻ്റെ ഒരു പഴമയും കാര്യങ്ങളും തോന്നുന്നില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വണ്ടി അത്രയ്ക്ക് വെൽ മെയിൻറ്റൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ഫുൾ കണ്ടേക്കാം. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ടും കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിനുശേഷം നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വാഹനം ഈ ഒരു സാൻട്രോ ആണ്. സാൻട്രോൻ്റെ സിംഗ് ആണ്. നല്ല നീറ്റായിരുന്നു ഉപയോഗിച്ചിരുന്ന വണ്ടി. 2009 ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത്. പിന്നെ സാൻട്രോ സിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് പവർ സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ ഇൻറ്റീരിയേഴ്സൊക്കെ നല്ല വൃത്തി തന്നെ നീറ്റായിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോൾഡൻ കളറാണ്. ഗോൾഡൻ കളറിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റാവുന്നതാണ്. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിൽ സാൻട്രോ സിംഗിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. കാണാം. അതുകൂടാതെ തന്നെ ലാമ്പും കാര്യങ്ങളെല്ലാം നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. സൈഡ് പോർഷൻ നോക്കാം. സൈഡ് പോർഷൻ ആയാലും നല്ല നീറ്റായിട്ടിരിക്കും സൈഡ് പോർഷൻ നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്കൊന്ന് വരാം. ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇതിൻ്റെ ടോപ്പ് വ്യൂ അതേപോലെ ഓരോരോ ഭാഗങ്ങൾ വിശദമായിട്ട് നോക്കിയേക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. കണ്ടോ, വീലാർച്ചിൻ്റെ എയർ കണ്ടീഷനിലേക്ക് ജസ്റ്റ് ഒന്ന് പോയേക്കാം. ഇവിടെ വീലാർച്ച് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിനി ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും നല്ല ഭംഗി തന്നെ വൃത്തി തന്നെ ഇരിക്കുന്ന ബോണറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. വിൻഷീൽഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ലാമ്പിലേക്ക് വരാം. ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലാമ്പ് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഫ്രണ്ട് പോർഷൻ നോക്കാം. ഫ്രണ്ട് പോർഷൻ ആയാലും നല്ല നീറ്റായിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും ലാമ്പ് ഓക്കെയാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വീലാർച്ചിലേക്ക് പോകാം. ഈ വീലാർച്ച് ആയാലും നല്ല നീറ്റായിരിക്കുന്ന വീലാർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീൽ കപ്പ് നമുക്കിവിടെ കാണാം. നമുക്ക് സൈഡിലേക്ക് വരാം. 2 ഡോർ നോക്കാം. 2 ഡോറായാലും നല്ല വൃത്തി തന്നെ ഇരിക്കാൻ ഡോർസ് കാണാൻ പറ്റും. പിന്നെ ഗ്ലാസ് ആയാലും നല്ല ക്വാളിറ്റി നിൽക്കുന്ന ഗ്ലാസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ റൂഫ് നോക്കാം. റൂഫും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് ഓക്കെയാണ്. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നതാണ്. ഹ്യുണ്ടായുടെ ബാഡ്ജ് നിൽക്കുന്നുണ്ട്. സാൻട്രോ സിംഗിൻ്റെ ബാഡ്ജ് നിൽക്കുന്നുണ്ട്. അതേപോലെ ബമ്പേഴ്സും ഇവിടെ നീറ്റായിരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാം. റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ലോവർ പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. 2 ഡോറിലേക്കും വരാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാം. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സിന് പരിചയപ്പെടാം. ഇവിടെ ഡോർ പാഡ്സിലേക്ക് വരാം. ഡോർ പാഡ്സും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സും കൂടെ കാണാൻ പറ്റും. ഇൻറ്റീരിയർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ സീറ്റ്സൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. കേട്ടോ, അതേപോലെ തന്നെ നമുക്കിനി സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഇവിടെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റിയറിങ്ങിൽ കിട്ടുന്നുണ്ട്. 1,00,000 കിലോമീറ്റേഴ്സ് വാഹനം ഇപ്പോൾ ഓടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സിന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡാഷ്ബോർഡ് കാണാൻ പറ്റുന്നു. അതുപോലെ മിഡിൽ നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മാനുവലാണ്. മാനുവലിൻ്റെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഓക്കെ, മൊത്തത്തിൽ വാഹനം നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കണ ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് പോയേക്കാം. ഇവിടുത്തെ ഡോർ നോക്കാം. ഡോർ പാഡ്സൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിനി ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് ആയാലും ഇവിടെ സീറ്റ്സൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാം. ലെഗ് റൂം നോക്കാം. ലെഗ് റൂം നല്ല നീറ്റായിട്ടിരിക്കുന്ന ലെഗ് റൂം, വിശാലമായിട്ടുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ ഇരുന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. ബാക്കിൽ നമുക്ക് പാർസൽ ട്രെയും സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൂഫായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ എൻജിൻ റൂമും ബൂട്ടും കാര്യങ്ങളും നോക്കിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. വളരെ നീറ്റായിട്ടിരിക്കുന്ന എൻജിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഒരു ലീക്കേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ക്യാമറ വളരെ സ്ലോയിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കിയെങ്കിൽ വിശദമായിട്ട് നോക്കാൻ പറ്റും. കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എൻജിൻ റൂം നമുക്ക് ഇവിടെ കാണാം.
അതേപോലെ തന്നെ നമുക്കിനി ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, അതേപോലെ ഇവിടെ ഫ്രണ്ട് പോർഷൻ നോക്കാം, നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ഇവിടെ നമുക്ക് ബൂട്ടിൽ പോയിട്ട് എൻജിൻ ഭാഗം എന്തെങ്കിലും അവസ്ഥ നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. കുഴപ്പമില്ലാത്ത സ്പേസ് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്ലോത്ത് കാര്യങ്ങളൊക്കെ കുറച്ച് ഡാമേജാണ്. പാസൽട്ട നോക്കാം. പാസൽട്ട ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന പാസൽട്ട നമുക്ക് കാണാൻ പറ്റും. ടയേഴ്സിലേക്ക് നോക്കാം. ടയേഴ്സിൻ്റെ അവസ്ഥ നോക്കാം. ടയർ കുറച്ച് ഗ്രിപ്പ് കുറവുണ്ട്. അതേപോലെ എഡ്ജസിലേക്ക് പോവാം. ഇവിടെ എഡ്ജസ് ആയാലും ചെറിയ രീതിയിലുള്ള ആ ഒരു കളർ ഫെയർനെസ് കാര്യങ്ങളൊക്കെ വെച്ച് നിർത്താനെങ്കിൽ ബാക്കിയൊക്കെ ഓക്കെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ലിഡ് നോക്കാം. വീഡിയോ ഒന്ന് പോസ് ചെയ്യണമെങ്കിൽ വിശദമായിട്ട് തന്നെ ലിഡിൻ്റെ ക്വാളിറ്റിയും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. 2009 അതിൻ്റെ മോഡൽ വന്നേക്കണം. അതേപോലെ തന്നെ സിംഗ് ആണ്, സാൻഡ്രോ സിംഗ്. അതിൻ്റെ പേരിൽ തന്നെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് വാഹനത്തിനൊപ്പം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാനാകുമ്പോൾ തന്നെ എൻ്റെ ഒരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു സാൻഡ്രോ സിംഗിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,10,000 രൂപയാണ്. 1.10 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വോയിസ് അയക്കാം, മെസ്സേജ് അയക്കാം. ഞാൻ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. കോൾ ചെയ്യാൻ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ മെസ്സേജും ടെക്സ്റ്റും ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.